ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 10 വീടുകളുടെ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമേ നോക്കാൻ പോകുന്നത് 995 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളിലാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് ഈ പ്ലാനിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് അടുത്ത ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 21 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് 960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അടുത്തതായി ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് അടുത്ത ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് 970 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അടുത്തതായി ഡൈനിങ് ഏരിയ വരുന്നു. ഈ ഭാഗത്തായിട്ടാണ് കിച്ചണൊപ്പം ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് അടുത്ത ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 1040 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലും കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായി ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഇവിടെയാണ് കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും സ്റ്റോർ റൂമും കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-350 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-350 സെന്റിമീറ്റർ തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് മേലെ ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് 830 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അടുത്തതായി ഡൈനിങ് ഏരിയ ആണ്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് കാണാവുന്നതാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. 800 സ്ക്വയർ ഫീറ്റിന് മേലെ ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 17 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ പ്ലാനിലെ കിച്ചണാണ്. കിച്ചണൊപ്പം ഒരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തത് നോക്കാൻ പോകുന്നത് 1050 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ കിച്ചൺ വരുന്നു. കിച്ചണൊപ്പം ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് 950 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നിന്ന് അടുത്ത ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയയും കാണാവുന്നതാണ്. ഈ പ്ലാനിലെ കിച്ചൺ ആണ് ഇവിടെ വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 330-330 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. 1000 സ്ക്വയർ ഫീറ്റ് അടുത്ത ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 21 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കുന്നതായിട്ട് വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് 1160 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്.
ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ്ങിനോടൊപ്പമാണ് ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-375 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഈ പ്ലാനിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-375 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് കൊടുത്തിട്ടുള്ളത്. 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 850 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അടുത്തതായി ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 310-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310-330 സെന്റിമീറ്റർ തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 850 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 18 ലക്ഷം രൂപയോളം ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ താഴെ കൂടുതൽ നമ്മൾ കോൺടാക്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.